അന്ന് ബൈസാഖി എന്ന ഉത്സവ ദിനമായിരുന്നു. 13 ഏപ്രിൽ 1919 വൈകുന്നേരം ഏകദേശം 5:30 PM. പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് എന്ന തുറന്ന മൈതാനിയിൽ ആയിരക്കണക്കിന് നിരപരാധികളായ ഇന്ത്യൻ ജനങ്ങൾ ഒത്തുകൂടി. ഗ്രാമങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകളും കുട്ടികളും വയോധികരുമടക്കം പലർക്കും രാഷ്ട്രീയ യോഗമാണെന്നറിയില്ലായിരുന്നു. അവർ വന്നതൊരു സാധാരണ കൂടിക്കാഴ്ചയ്ക്കും ഉത്സവ ആഘോഷത്തിനുമായിട്ടായിരുന്നു. അതേസമയം ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് എന്ന കഠിന നിയമം പാസാക്കിയിരുന്നു. ഇതിനെതിരെ രാജ്യമൊട്ടാകെ പ്രതിഷേധം ശക്തമായിരുന്നു. അമൃത്സറിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആ ദിവസം ആളുകൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. വൈകുന്നേരം ഏകദേശം 5:30 PM ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ ഏകദേശം 90 സൈനികരുമായി ജാലിയൻ വാലാബാഗിലേക്ക് എത്തി. ആ മൈതാനം ചുറ്റുമുയർന്ന മതിലുകളുള്ളതായിരുന്നു. പുറത്തേക്ക് പോകാൻ വളരെ ഇടുങ്ങിയ വഴികൾ മാത്രം, അതും വളരെ കുറച്ച് വഴികൾ മാത്രം. ഡയർ ജനങ്ങൾക്ക് മുന്നറിയിപ്പൊന്നും നൽകാതെ സൈനികർക്ക് വെടിയുതിർക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് 10 മിനിറ്റോളം സൈനികർ ജനക്കൂട്ടത്തിലേക്ക് തുടർച്ചയായി വെടിയുതിർത്തു. ഓടിപ്പോകാൻ വഴിയില്ലാത്തതിനാൽ ആളുകൾ മതിലുകൾക്കിടയിൽ കുടുങ്ങി. ചിലർ രക്ഷപ്പെടാൻ ശ്രമിച്ച് കിണറ്റിലേക്ക് ചാടിയപ്പോൾ ആ കിണറും ഒരു മരണക്കുഴിയായി മാറി. ബ്രിട്ടീഷ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ ദേശീയ നേതാക്കളുടെ അഭിപ്രായത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായി മാറി. മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ശക്തമാക്കി. രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ സർ പദവി രാജിവെച്ചു. ജനങ്ങളുടെ മനസ്സിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തോടുള്ള ഭയം മാറി. പകരം സ്വാതന്ത്ര്യത്തിനുള്ള ദൃഢനിശ്ചയം ജനിച്ചു. ഇന്ന് ജാലിയൻ വാലാബാഗ് ഒരു സ്മാരകമാണ്. മതിലുകളിൽ കാണുന്ന വെടിയുണ്ടകളുടെ അടയാളങ്ങൾ, കിണർ എല്ലാം നമ്മോട് ചോദിക്കുന്നു, സ്വാതന്ത്ര്യം എത്ര വലിയ ത്യാഗത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. 13 ഏപ്രിൽ 1919 വൈകുന്നേരം 5:30 ഇന്ത്യൻ ചരിത്രം ഒരിക്കലും മറക്കാത്ത രക്തസാക്ഷിത്വത്തിൻ്റെ ദിനം.